ഹലോ, നമസ്കാരം. ഇപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയും കൊണ്ട് നിധി വാടകയ്ക്കെടുത്ത വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് സുധീഷ് പറയും, ഞാനും കൂടി വരാൻ നിധി എന്ന് പറയുമ്പോൾ, വേണ്ട സുധീഷ്, ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ നിധി സുധീഷ് കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ നിധി വീട്ടിനകത്തോട്ട് കയറി ചെല്ലുന്നു. വീട്ടുടമസ്ഥനെ കാണുകയാണ്. അപ്പോൾ വീട്ടുടമസ്ഥനെ കണ്ടു, ഞാൻ ഇന്നു മുതൽ ഇവിടെ താമസിക്കുന്നു പറയുമ്പോൾ, അത് നിങ്ങൾക്ക് വീട് തരാൻ പറ്റത്തില്ലെന്ന് വീട്ടുടമസ്ഥൻ നിധിയോട് പറയുന്നു. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഞാൻ ടോക്കൺ അഡ്വാൻസ് ഒക്കെ തന്ന് മുൻപ് വന്ന് ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് ഓക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ശരി, ഇതാ നിങ്ങളുടെ ടോക്കൺ അഡ്വാൻസ് എന്ന് പറഞ്ഞ് നിധി കൊടുത്ത അഡ്വാൻസ് വീട്ടുടമസ്ഥൻ തിരിച്ചു കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീട് തരാൻ പറ്റത്തില്ല, അങ്ങനല്ലോ സാറ് ഇന്നലെ പറഞ്ഞത്. അത് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പം ബാച്ചിലേഴ്സിന് മാത്രം വീട് വാടകയ്ക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾ വിവാഹം കഴിച്ചല്ലേ, നിങ്ങൾക്ക് വീട് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞു? നിങ്ങളിനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, തിരിച്ചു പോകാൻ പറഞ്ഞ് വീട്ടുടമസ്ഥൻ കയറിപ്പോന്നു. നമ്മുടെ നിധി വളരെ വിഷമിച്ച് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ നിധിയെ കണ്ടതും സുധീഷിന് മനസ്സിലായി, വീടൊന്നും കിട്ടത്തെയൊന്നുമില്ല. വളരെ സന്തോഷിച്ച് ഇങ്ങനെ സുധീഷ് നിൽക്കുകയാണ്. നിധി വളരെ വിഷമത്തോടെ വരും. എന്ത് പറ്റി നിധി, എന്തെങ്കിലും കാറിൽ നിന്ന് എടുക്കാൻ മറന്നോ എന്ന മട്ടില് ഓടി ചെല്ലുകയാണ്. ഇല്ല, ഒന്നും മറന്നില്ല, ഒന്നുമില്ല നിതീഷ്. അതല്ല, എന്തോ ഉണ്ടല്ലോ, പറ നിധി. അവരെ അത് വീട് വീട് തരാൻ പറ്റത്തില്ലെന്ന് ഓണർ പറഞ്ഞെന്ന് പറയും. വീട് തരാൻ പറ്റത്തില്ലെന്നോ? അതെന്താ? ടോക്കൺ അഡ്വാൻസ് ഒക്കെ മേടിച്ചില്ലേ, അത് തിരിച്ചു വന്നു, പക്ഷെ തരാൻ പറ്റത്തില്ലെന്നാ ഹൗസ് ഓണർ പറയുന്നതെന്ന് പറയും. ഇന്നലെ എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു, ഞാൻ വീട് മാറുന്നു, പുതിയ വീട്ടിലോട്ട് പോകാൻ പോകുന്നു, എന്തൊക്കെ ആയിരുന്നു ചോദിക്കും. എനിക്ക് ഇതിലും സുധീഷിനെ സംശയമുണ്ടോ നമ്മുടെ നിധി പറയുക. എന്നെ സംശയമോ? അതിന് എനിക്ക് അയാളെ ഒരു പരിചയമില്ലല്ലോ. പക്ഷെ എനിക്ക് ഈ കാര്യത്തിലും സുധീഷിനെ നല്ല സംശയമുണ്ട്. അതെന്താ നിധി അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ വീട് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ സുധീഷിന് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സുധീഷ് എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന്. എന്താ നിധി പറയുന്നത്? നിധി വീട്ടിൽ നിന്ന് മാറുന്നതിന് എനിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി, എങ്കിൽ വാ സംശയം ഇപ്പൊ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് നമ്മുടെ നിധിയെ വിളിച്ചുകൊണ്ട് വീട്ടുടമസ്ഥന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് അല്ല, എന്താ സാർ, വീട്ടുടമസ്ഥനോട് നമ്മുടെ സുധീഷ് ചോദിക്കുകയാണ്, എന്താ സാറേ ഇത്, സാർ വീട് കൊടുക്കാന്ന് പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് ഒക്കെ മേടിച്ചതിന് ശേഷം വീട് കൊടുക്കത്തില്ലെന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ വീട്ടുടമസ്ഥൻ നമ്മുടെ നിധി സുധീഷിനോട് ഇങ്ങനെ നോക്കുകയാണ്. ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞതെന്ന് നമ്മുടെ വീട്ടുടമസ്ഥൻ മനസ്സിൽ ആലോചിക്കുക. ഇന്നലെ പറഞ്ഞത് വീട് കൊടുത്ത ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, അങ്ങനെ എന്തെല്ലാം പറഞ്ഞതായിരുന്നു. പിന്നെ ഇവൻ പെട്ടെന്ന് എന്താ ഇവരൊരു മാറ്റം എന്ന് നമ്മുടെ ഹൗസ് ഓണർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടുടമസ്ഥൻ പറയുന്നത്, ബാച്ചിലേഴ്സിന് മാത്രം വീട് വാടകയ്ക്ക് കൊടുത്താൽ മതിയെന്നാണ് എൻ്റെ വൈഫ് പറഞ്ഞേക്കുന്നത്. ഇവർ വിവാഹം കഴിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് വീട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അതെന്താ സാറേ, വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് സാർ അങ്ങനെ പെട്ടെന്ന് എവിടുന്നാണ് ഇവർ വീട് വേറെ എടുക്കുന്നത്? ഇവർക്ക് ഇപ്പോഴും എന്നെ സംശയമാണ്, ഞാനാ സാറിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് വീട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. ചോദിക്കും, താനാരാ എന്നിങ്ങനെ ചോദിക്കുന്നു. ഭാഗ്യം, സാറിന് എന്നെ പരിചയമുണ്ടോ എന്ന് നമ്മുടെ സുധീഷ് ഉടമസ്ഥനോട് ചോദിക്കുക. മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ പറയലേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ സുധീഷ് പറയാം, ഭാഗ്യം, എന്തായാലും എന്നെ അറിയാമെന്ന് പറഞ്ഞില്ല. അപ്പം നിധിയോട് പറഞ്ഞ്, കണ്ടില്ലേ, എനിക്ക് അയാളെ ഒരു പരിചയമില്ല. അപ്പം ചോദിക്കുന്നു, നിങ്ങൾ ആരാ എന്നിങ്ങനെ നിധി, ഇയാൾ ആരാന്ന് നമ്മുടെ നിധിയോട് വീട്ടുടമ ചോദിക്കുക. അത് പിന്നെ ഒന്നുമില്ല ശരിയെന്ന് പറഞ്ഞുകൊണ്ട്, വാ നിധി, വീട് തിരക്കിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സുധീഷ് പുറത്തോട്ടിറങ്ങി വരികയാണ്. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ സുധീഷ് നിധിയോട് പറയുകയാണ്, അല്ലേ നിധി, എനിക്ക് അയാളെ ഒരു പരിചയമുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല, സംശയമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിധിയും കൂട്ടി അയാളുടെ അടുത്തോട്ട് പോയത്. പിന്നെ നിധിക്ക് എന്താ എന്നെ സംശയം? അല്ലെങ്കിൽ തന്നെ നിധി വീട്ടിൽ നിന്ന് പോകുന്നതിന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ തന്നെ ശരിക്കുള്ള ഭാര്യയും ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല, നിധി വീട്ടിൽ നിന്ന് പോകുന്നതിന് എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ നിധി ഇഷ്ടമുള്ള വീട് നിധി എടുത്തു, നിധി താമസിക്കുന്നതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. പിന്നെ ഈ നമ്മുടെ സുധീഷിന്റെ ഭാഗം അങ്ങ് ക്ലിയർ ആക്കുവാണ്, ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന മട്ടില്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിധി എപ്പോഴും പറഞ്ഞു നിധി കള്ളമൊന്നും പറയത്തില്ലെന്ന്. എന്നിട്ട് ആ ഹൗസ് ഓണർ ചോദിച്ചില്ലേ ഞാൻ ആരാണ്, അപ്പൊ നിധി എന്താ ഒന്നും പറയാഞ്ഞത്? നിധിയുടെ കാര്യത്തിൽ താലി കെട്ടിയ ഭർത്താവ് ഞാനാണെന്ന് എന്താ നിധി പറയാഞ്ഞത്? അത് പിന്നെ എന്താ നിധി, അത് ഞാൻ വീട്ടിൽ നോക്കാൻ വന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നു, അപ്പം എൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനെപ്പോഴാണ് ഗൾഫിൽ പോയത്? അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞത്. അടുത്താണ് വീടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വാടകയ്ക്ക് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കത്തില്ലേ? അതാ നിധി പറഞ്ഞത്, ആവശ്യം വരുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ എല്ലാവരും കള്ളം പറയും, അത് ആരുടെയും തെറ്റല്ലെന്ന് പറയും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചു പോകാനോ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്? ഇല്ല, ഞാനിനി എങ്ങോട്ടും വരുന്നില്ല, ഞാൻ ഇനി ആ വീട്ടിലോട്ട് വരുന്നില്ലെന്ന് പറയും.
തിരിച്ച് വരാതെ നിധി എങ്ങോട്ട് പോകും? ഞാൻ വേറെ എവിടെയെങ്കിലും വീട് നോക്കിക്കോളാം. അത് വീട് കിട്ടിയിട്ട് മാറിയാൽ പോരെയെന്ന് പറയും. ഇല്ല, ഞാൻ ആ വീട്ടിലോട്ട് വരുന്നില്ലെന്ന് പറയും. നിധി അവളാണെങ്കിൽ നിധിക്ക് വാടക കൊടുക്കണം, നിധിയുടെ കാര്യങ്ങളെല്ലാം നടക്കും. തൽക്കാലത്തെങ്കിലും നിധി അവിടെ താമസിക്കില്ല, പിന്നെ നമുക്ക് വീട് ഹോട്ടൽ നോക്കാമെന്ന് പറയും. നിധി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നിധി വരുന്നെങ്കിൽ വാ, ഞാൻ ഇനി അധികം നിർബന്ധിക്കുന്നില്ലെന്ന് പറയും. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വേറൊരു വീട് ശരിയാക്കി തരാമെന്ന് പറയും. അപ്പോൾ നിധി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അങ്ങനെ നിധി ഇങ്ങനെ സുധീഷിൻ്റെ കൂടെ ഇങ്ങനെ കാറിൽ കയറി തിരിച്ചു വരും. ശേഷം നമ്മുടെ ഹരീഷ് നികേഷും കൂടി വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ നികേഷ് നിധിയേട്ടത്തിനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചോദിക്കും, എന്താ നികേഷ് എന്നുള്ള സുഭാഷ് ഏട്ടൻ ചോദിക്കുകയാണ്. അപ്പുറം നിധിയേട്ടത്തി എവിടെയെന്ന് സുഭാഷിനോട് ചോദിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നിധിയേട്ടത്തിനെ വിളിക്കുക. എന്താ നികേഷ്, എന്ത് പറ്റി നിനക്ക്? അത് നിധിയേട്ടത്തി എവിടാ? നിധിയേട്ടത്തെ കാണുന്നില്ല. അത് നിധി പുറത്തു പോയേക്കോ? അല്ല, പുറത്തു പോയതാണോ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാണോ എന്ന് ചോദിക്കും. അത് പുറത്തോട്ട് പോയത്, അവർ തിരിച്ചു വരുമെന്ന് പറയാം. അല്ല, ഹരീഷേട്ടൻ പറഞ്ഞല്ലോ സുധീഷ് ഏട്ടനും നിധിയേട്ടത്തെയും കൂടി പുറത്തോട്ട് ബാഗ് കൊടുത്ത് പുറത്തോട്ട് പോയെന്നുള്ളത്. സത്യം പറ സുഭാഷ് ഏട്ടാ. അത് മോനെ എന്ന് പറയുമ്പോൾ എന്നോട് എന്തിനാ സുഭാഷ് ഏട്ടാ കള്ളം പറഞ്ഞത്? സത്യം എന്താണെന്ന് വെച്ചാൽ പറ. എനിക്ക് നിധിയേട്ടത്തെ കാണണം. അപ്പം നികേഷൻ കരയുവാണ്. കാരണം മുമ്പ് ഇതൊരു വീടേ അല്ലായിരുന്നു. നിധിയേട്ടത്തി വന്നതിന് ശേഷം ഇതൊരു വീടായത്. എനിക്ക് നിധിയേട്ടത്തി ഇവിടെ ഉള്ളത് എന്ത് സന്തോഷമാണെന്നറിയാവോ? നിധിയേട്ടത്തി, ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ എൻ്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എനിക്ക് നിധിയേട്ടത്തിയോട് പറയാം. നിധിയേട്ടത്തി ഞാൻ സ്വന്തം ഏട്ടത്തി അമ്മയെ പോലെ കരുതുന്നത്. എനിക്കതുകൊണ്ട് നിധിയേട്ടത്തിയോട് കാണണം. നിധിയേട്ടത്തി എവിടെ പോകുന്നു സുഭാഷിനോട് ചോദിക്കുന്നു. അപ്പം ഹരീഷ് ചോദിക്കുക, എന്താ സുഭാഷ് ഏട്ടാ ഇത്? അപ്പം ഇവരോട് സത്യം പറയണമെന്ന് കരുതി നമ്മുടെ സുഭാഷ് സത്യം പറയാം എന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറിൻ്റെ ഹോണടി കേട്ട് നമ്മുടെ നിധിയും സുഭാഷും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടത് നികേഷ് ഓടി വന്ന് നിധിയുടെ കൈ പിടിക്കും. എവിടെ പോയതാണ് നിധിയേട്ടത്തി വീട് വിട്ടു പോയതാണോ? വീട് വിട്ടു പോയതോ എന്ന് നമ്മുടെ സുധീഷ് നമ്മുടെ നികേഷിനോട് ചോദിക്കും. അതേ, ഞങ്ങൾ ഹണിമൂണിന് പോയതാ. ഹണിമൂണിന് പെട്ടെന്ന് വായി വന്നൊരു കള്ളമാണ് നമ്മുടെ സുധീഷ് പറഞ്ഞത്. കണ്ടില്ലേ ഈ ബാഗിനകത്ത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ, ഞങ്ങൾ ഹണിമൂണിന് പോകാനിരുന്ന പെട്ടെന്ന് വെയിലായിപ്പോയി. അപ്പോൾ വെയിൽ മാറിയിട്ട് പോകാൻ ഇതിൽ തിരിച്ചു വന്നതാന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും കൂടി നമ്മുടെ ഹരീഷും നികേഷും സുഭാഷും നിധിയും എല്ലാവരും കൂടി നമ്മുടെ കിളിക്കൂട്ടി നിന്ന് സംസാരിക്കുന്നതാണ് ഇന്നത്തെ അവസാനത്തെ ഭാഗം. അതിനുശേഷം അടുത്ത രംഗം നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്,